നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. കഴിഞ്ഞ വർഷം ദുബായിൽ അനുവദിച്ചത് 1.58 ലക്ഷം ഗോൾഡൻ വിസകൾ എന്ന റിപ്പോർട്ട്. GDRFA ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2022 കണക്കുകളെ അപേക്ഷിച്ച് 2023 വിസ ലഭിച്ചവരുടെ എണ്ണം ഇരട്ടിയായതായി GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു. 2022 79,617 പേർക്കും 2021 47,150 പേർക്കുമായിരുന്നു ഗോൾഡൻ വിസ ലഭിച്ചത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾ, ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾ, പ്രോപ്പർട്ടി മേഖലയിലെ നിക്ഷേപകർ തുടങ്ങി നിശ്ചിത രംഗങ്ങളിലുള്ളവർക്കാണ് 10 വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. UAE-യിൽ എയർ ടാക്സി സേവനം 2026 യാഥാർത്ഥ്യമാകും. ദുബായിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് അബുദാബിയിലെത്താം. 800 മുതൽ 1500 ദിർഹം വരെയാണ് ടിക്കറ്റ് നിരക്ക്. ദുബായിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏകദേശം 300 മുതൽ 350 ദിർഹം വരെയാകും. യാത്ര മറ്റ് എമിറേറ്റുകളിലേക്കാണെങ്കിൽ 800 ദിർഹത്തിന് മുകളിലുമാകും. ദൂരത്തിനനുസരിച്ചായിരിക്കും നിരക്ക്. സേവനത്തിന് ആവശ്യമായ എയർക്രാഫ്റ്റുകൾ അബുദാബിയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതി. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന എയർ ടാക്സി 500 മുതൽ 3000 മീറ്റർ വരെ ഉയരത്തിലാണ് പറക്കുക. ദുബായിൽ 30 ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുമെന്ന് RTA അറിയിച്ചു. ബിസിനസ് ബേ, അൽവാസൽ റോഡ്, ദുബായ് മാൾ എന്നീ മേഖലകളിലേക്കാണ് ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുക. ഇതിനായി ഡീസലിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ ഇലക്ട്രിക് ആക്കി മാറ്റുമെന്നും കാർബൺ മലിനീകരണം കുറയ്ക്കുന്ന ഗതാഗത നയത്തിന്റെ ഭാഗമാണ് ഇതെന്നും RTA വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇലക്ട്രിക് ബസ് പരീക്ഷണയോട്ടം നടത്തുകയാണ്. യാത്രക്കാർ ബസ്സിൽ കയറുമ്പോൾ നോൾ കാർഡ് സ്വൈപ്പ് ചെയ്യാറുണ്ടെങ്കിലും പരീക്ഷണയോട്ടത്തിൽ പണം ഈടാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന സ്റ്റൈറോഫോം ഉൽപ്പന്നങ്ങൾ അടുത്ത മാസം മുതൽ എമിറേറ്റ്സിൽ നിരോധിക്കുമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി അറിയിച്ചു. കപ്പ്, പ്ലേറ്റ്, ഗ്ലാസ്, പാർസൽ ഭക്ഷണപാത്രങ്ങൾ എന്നിവയ്ക്ക് നിരോധനം ബാധകമായിരിക്കും. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനം 2022 ജൂൺ 22 മുതൽ പ്രാബല്യത്തിലുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് സുസ്ഥിര ബദൽ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് നീക്കം. ഷാർജയിലെ വ്യാവസായിക മേഖലകളിലെ പ്രധാന റോഡുകൾക്കരികെ സ്ഥിതി ചെയ്യുന്ന പാർപ്പിട വാണിജ്യ കെട്ടിടങ്ങൾ ഉടൻ തന്നെ മലിനജല ശൃംഖലയുമായി ബന്ധിപ്പിക്കണമെന്ന് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടു. പരിസ്ഥിതി സംരക്ഷിക്കാനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമാണ് നടപടി. അടുത്തിടെ ഷാർജയിൽ നേരിട്ട മഴക്കെടുതിയിൽ മഴവെള്ളം ദിവസങ്ങളോളം കെട്ടിനിന്ന് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വിസിറ്റ് വിസക്കാർക്ക് മക്കയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി സൗദി. ഇന്നു മുതൽ മക്കയിലേക്ക് പ്രവേശിക്കാനോ തങ്ങാനോ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ദുൽഹജ്ജ് 15 വരെ 1 മാസക്കാലം വിലക്ക് പ്രാബല്യത്തിലുണ്ടാകും. എല്ലാതരം വിസിറ്റ് വിസക്കാർക്കും വിലക്ക് ബാധകമാണ്. വിസിറ്റ് വിസയിൽ ഹജ്ജ്, ഉംറ നിർവഹിക്കാനുള്ള അനുമതിയില്ല. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.